ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ സ്റ്റഡി ചിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഗണിതത്തിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് പുതിയ സിലബസ് പ്രകാരമുള്ള 2024-25 ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സമഗ്രയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ക്ലാസ് 5 ക്രിസ്മസ് എക്സാം എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അതുപോലെ എല്ലാ സബ്ജക്റ്റിൻ്റേതും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എൻഡിൽ ഈ വീഡിയോയുടെ അവസാനം ടാഗ് ചെയ്ത് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതാണ്. ആദ്യത്തെ പ്രവർത്തനം 1. ചിത്രത്തിൽ ഒരു വലിയ സമചതുരത്തെ 8 തുല്യ ഭാഗങ്ങളാക്കിയിരിക്കുന്നു. ഇതൊരു സമചതുരമാണ്, അതിനെ 8 തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ടല്ലേ, 4 എണ്ണം മുകളിലും 4 എണ്ണം താഴെയും. ഷെയ്ഡ് ചെയ്തത് വലിയ സമചതുരത്തിൻ്റെ എത്ര ഭാഗമാണ്? ഷെയ്ഡ് ചെയ്തതിൻ്റെ ഭാഗം ഇത് എത്ര ഭാഗമാണ്? ആകെ എത്ര ഭാഗങ്ങളാണ് ആക്കിയത്? 4ഉം 4ഉം 8 ഭാഗങ്ങളാണ് ആക്കിയത്. അപ്പോൾ അത് നമ്മൾ താഴെ എഴുതുക. ഷെയ്ഡ് ചെയ്തതിൻ്റെതാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ ഷെയ്ഡ് ചെയ്തത് ഒരു ഭാഗമല്ലേ, അത് മുകളിൽ എഴുതുക അല്ലേ. 1/8 അല്ലേ, 8ൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ടല്ലേ, 8 ഭാഗമാക്കിയതില്ല. ടോട്ടൽ 8 ഭാഗമുണ്ട്. ആകെ 8 ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്. ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിൻ്റെത് ചോദിച്ചാൽ എങ്ങനെയാണ്? ഷെയ്ഡ് ചെയ്യാത്തത് എന്താണ്? 8 ഭാഗങ്ങളിൽ 7 ഭാഗം അല്ലേ, 7 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടില്ല അല്ലേ. 8ൽ 7 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടില്ല. അതെ, 8 ഭാഗമുണ്ട്, അതിൽ 7 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടില്ലെന്ന് എഴുതാം. ഷെയ്ഡ് ചെയ്തത് ചോദിച്ചാൽ 8 ഭാഗങ്ങളിൽ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്. ബി ക്വസ്റ്റ്യൻ 4 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരം വരച്ച് അതിനെ 16 സമഭാഗങ്ങളാക്കുക. അപ്പോൾ 4 സെൻറ്റിമീറ്റർ വശമുള്ള 4 സെൻറ്റിമീറ്റർ സ്കെയിലിൽ അളന്നിട്ട് ഇതേപോലെ ഒരു സമചതുരം വരക്കുക. എന്നിട്ട് 16 സമഭാഗങ്ങളാക്കുക. ഇവിടെ 8 സമഭാഗങ്ങളിൽ 8 തുല്യഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അത് നമ്മൾ 16 എണ്ണം ആക്കണം അല്ലേ. അപ്പോൾ 4ഉം 4ഉം 8 അല്ലേ. അപ്പോൾ 16 എണ്ണം കിട്ടണമെങ്കിൽ താഴെ 8ഉം മുകളിൽ 8ഉം വേണം അല്ലേ. ഇതിനെ വീണ്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതില്ലേ, നടുവ് കൂടി ഒന്നുകൂടി ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണേ. അപ്പോൾ മുകളിൽ നമുക്ക് 8 കിട്ടി ഇല്ലേ. 1 2 3 4 5 6 7 8. അതേപോലെ തന്നെ ഇങ്ങനെ അല്ലേ, ഇങ്ങനെ ഒന്നുകൂടി ഡിവൈഡ് ചെയ്താൽ 8ഉം 8ഉം അല്ലേ, 8ഉം 8ഉം 16 ഭാഗങ്ങളാക്കി. അപ്പോൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണേ. സ്കെയിലൊക്കെ വരച്ചിട്ട് മനോഹരമാക്കുക. സി, നിങ്ങൾ വരച്ച സമചതുരത്തിൻ്റെ 1/2 ഭാഗം ഷെയ്ഡ് ചെയ്യുക. 2ൽ ഒരു ഭാഗം നമ്മൾ വരച്ച് സമചതുരം അല്ല, അതായത് 16 ഭാഗങ്ങളാക്കിയതില്ലേ, മുകളിൽ 8ഉം താഴെ 8ഉം അല്ലേ, ഇങ്ങനെ 8ഉം 8ഉം 16 ആക്കിയതിൽ 2ൽ ഒരു ഭാഗം അല്ലേ. നമ്മൾ ഇതിനെ 2 ഭാഗമാക്കിയാൽ 2 ഈക്വൽ ഭാഗങ്ങളാക്കിയാൽ ടോട്ടലാക്കിയാൽ അതിൽ ഒരു ഭാഗം ഫുള്ള് ഷെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞത്. അതായത് മുകളിലുള്ള ഈ ഭാഗം ഫുള്ള് ഷെയ്ഡ് ചെയ്യണം. 2ൽ 2 ഭാഗം 2 തുല്യ ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്യാനാണ് 2ൽ ഒരു ഭാഗം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. നമ്മൾ 8ൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 8 ഭാഗമാക്കിയതിൽ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. 2ൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 2 ഭാഗം 2 തുല്യമാക്കൽ, നട്ടു സെൻറ്റർ മുറിച്ചാൽ അതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്യുക. ഡി ക്വസ്റ്റ്യൻ 3/4 ഭാഗത്തിന് തുല്യമല്ലാത്തത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? 3/4 ഈക്വൽ അല്ലാത്തത്, തുല്യമല്ലാത്തത് ഇതിലേതാണ്? 8/12 ആണല്ലേ. ബാക്കിയെല്ലാം എന്താണ്? 3ൻ്റെ ഗുണിതങ്ങളാണ്, മൾട്ടിപ്പിൾസ് ആണല്ലേ. 1 3 3, 2 3 6, 3 9, 4 3 12, 5 3 15 എല്ലാം 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇതെന്താണ്? 8 അതിൽ വരുന്നില്ല അല്ലേ. അപ്പോൾ 3/4 തുല്യമല്ലാത്തത് ഇതാണ്. ബാക്കിയെല്ലാം 3/4 ബാക്കിയെല്ലാം 4ൻ്റെ മൾട്ടിപ്പിൾ അടിയിലുള്ളത് ഇത് 3ൻ്റെ മൾട്ടിപ്പിളാണ്. അതായത് 3/4 തുല്യമാണ് ഇത്. തുല്യമല്ലാത്തത് സി ആണ്. പ്രവർത്തനം 2. അളവുകളെ ഭിന്നരൂപത്തിലും ദശാംശ രൂപത്തിലും എഴുതി പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ അളവുകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഭിന്നരൂപം അല്ലേ, A/B ഫോമിലെ P/Q ഫോമിൽ എഴുതണം. ദശാംശ രൂപം അല്ലെ, പോയിൻ്റ് ഇട്ടിട്ടുള്ള ഫോമിലെ ഡെസിമൽ ഫോമിലും എഴുതേണ്ടതാണ്. 7 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ അല്ലെ, അതിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കാണ് ഭിന്നരൂപം അല്ലേ, P/Q എന്നുള്ള ഫോമിൽ ആക്കാണ് വേണ്ടത്. അപ്പോൾ 7 സെൻറ്റിമീറ്ററിന് നമുക്ക് സെൻറ്റിമീറ്റർ തന്നെയാണ്. നെക്സ്റ്റ് 8 മില്ലിമീറ്ററിന് സെൻറ്റിമീറ്ററിലാക്കണം അല്ലേ. നമ്മൾ സെൻറ്റിമീറ്റർ എന്ന് യൂണിറ്റ് എഴുതുമ്പോൾ ഒക്കെ സെൻറ്റിമീറ്ററിലാവണം അല്ലേ. അപ്പോൾ ഇവിടെ 7 സെൻറ്റിമീറ്റർ തന്നെയാണ്. നെക്സ്റ്റ് 8 മില്ലിമീറ്ററിന് 8 സെൻറ്റിമീറ്റർ ആക്കണം. സെൻറ്റിമീറ്ററും മീറ്റർ തമ്മിലുള്ള റിലേഷൻ എന്താണ് അല്ലേ? 10 മില്ലിമീറ്ററുകൾ, ചെറിയ ചെറിയ നമ്മളെ സ്കെയിലിൻ്റെ ചെറിയ ചെറിയ വരകൾ കണ്ടില്ലേ, 1 സെൻറ്റിമീറ്ററിൻ്റെ മുന്നിലുള്ള അങ്ങനത്തെ 10 ചെറിയ മില്ലിമീറ്റേഴ്സ് ചേർന്നതാണ് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 10 റിലേഷൻ. അപ്പോൾ നമ്മൾ 8 മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലാക്കാൻ 8/10 ചെയ്താൽ മതി അല്ലേ. 7 സെൻറ്റിമീറ്റർ തന്നെയാണ്. 8 മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്കാക്കാൻ 8/10 അല്ലേ. അതായത് 10 മില്ലിമീറ്റർ ചേർന്നല്ലേ സെൻറ്റിമീറ്റർ. അപ്പോൾ 8 മില്ലിമീറ്റർ പറഞ്ഞാൽ 8/10 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കിതിനെ ദശാംശ രൂപത്തിലാക്കാൻ അല്ലേ, പോയിൻ്റ് ഇട്ടിട്ടില്ലേ, കുത്തിട്ടിട്ടുള്ള ഫോമാണ് ദശാംശ രൂപം. അതായത് ഈ ഫ്രാക്ഷൻ ഒഴിവാക്കല്ലേ, ഭിന്നരൂപത്തെ ഒഴിവാക്കിയിട്ട് പോയിൻ്റ് ദശാംശ രൂപത്തിലേക്കാക്കാൻ. അപ്പോൾ ഇവിടെ 8/10 ആയതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ 10ന് ഒരു 0 ഉള്ളൂ. അപ്പോൾ ഒരു സ്ഥാനം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിൻ്റ് ഇടേണ്ടത് അല്ലേ. 7ഉം 8ഉം ആണ് മുകളിലുള്ളത്. അപ്പോൾ ഒരു നമ്പർ കഴിഞ്ഞിട്ട് ഇവിടെ 8 കഴിഞ്ഞിട്ട് ഒരു നമ്പർ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിൻ്റ് ഇടേണ്ടത്. ഒരു 0 ആയതുകൊണ്ട് 100 ആണെങ്കിൽ 2 നമ്പർ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിൻ്റ് ഇടേണ്ടതില്ലേ. 2 0 ആകുമ്പോൾ ഇവിടെ ഒരു 0 ആയതുകൊണ്ട് നമ്മൾ 7.8 എന്ന് എഴുതാം.
നെക്സ്റ്റ് 9 ലിറ്റർ 675 മില്ലി ലിറ്റർ, അതിൻ്റെ ഭിന്നരൂപം അല്ലെ ലിറ്ററിലേക്ക് ആക്കേണ്ടത് ആണ്. 675 മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് ആക്കണം. മില്ലി ലിറ്ററും ലിറ്ററും തമ്മിലുള്ള റിലേഷൻ എന്താണ്? 1000 മില്ലി ലിറ്റർ ചേർന്നതാണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. നമ്മൾ 1 ലിറ്റർ ബോട്ടിൽ വെള്ളം കണ്ടിട്ടില്ലേ? അപ്പോൾ 1 ലിറ്റർ പറഞ്ഞാൽ 1000 ചെറിയ ചെറിയ മില്ലി ലിറ്റർ ചേർന്നതാണ് അല്ലേ 1 ലിറ്റർ എന്ന് പറയുന്നത്. മില്ലി പറഞ്ഞാൽ ചെറുത്, 1000 ചെറിയ മില്ലി ലിറ്റർ ചേർന്നതാണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. 625 മില്ലി ലിറ്ററാണ് ലിറ്ററിലേക്ക് ആക്കാൻ 625/1000. 9 ലിറ്ററിന് 9 അല്ലേ, 9 തന്നെയാണ് ലിറ്റർ. ഇനി 625 മില്ലി ലിറ്ററിന് ലിറ്ററിലേക്കാക്കാൻ 625/1000. 1000 അല്ല, 1000 മില്ലി ലിറ്ററാണ് 1 ലിറ്റർ. അപ്പോൾ 625 മില്ലി ലിറ്റർ പറഞ്ഞാൽ ലിറ്ററിലേക്കാക്കാൻ 625/1000 അല്ലെ, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി ദശാംശ രൂപം അല്ലെ പോയിന്റ് ഫോമിലേക്കാക്കാൻ ഇവിടെ എന്താണ് 1000 ആണ്, 1000 ആണ്. 3 0 ഉണ്ട് അല്ലേ, 3 പൂജ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ 3 നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഇടേണ്ടത്. 9.675 അല്ലേ, ഇവിടെ നിന്ന് ലാസ്റ്റ് നിന്ന് ഇങ്ങോട്ട് അല്ലേ 5 അല്ലേ, 1 2 3 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് എടുക്കുക, കാരണം 3 പൂജ്യമല്ല ഉള്ളത്. നെക്സ്റ്റ് 7 കിലോഗ്രാം 125 ഗ്രാം അല്ലേ, അപ്പോൾ കിലോഗ്രാമിലേക്കാണ് ആക്കേണ്ടത്. അപ്പോൾ 7 കിലോഗ്രാം AN അല്ലേ, അത് അങ്ങനെ തന്നെ എഴുതുക. എന്നിട്ട് 125 ഗ്രാമിനെയാണ് കിലോഗ്രാമിലേക്ക് ആക്കേണ്ടത് അല്ലേ. അതായത് 1000 ഗ്രാം ചേർന്നതാണ് 1 കിലോഗ്രാം എന്ന് പറയുന്നത് അല്ലേ. 1000 ഗ്രാം ചേർന്നതാണ് 1 കിലോഗ്രാം എന്ന് പറയുന്നത്. 125 ഗ്രാമിനെ കിലോഗ്രാമിലേക്കാക്കാൻ 125/1000. ഇനി അതിൻ്റെ ദശാംശ രൂപം അല്ലേ പോയിന്റ് ഫോമിൽ എഴുതാൻ എന്താണ് 1000 ആയതുകൊണ്ട് 3 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. അത് 7.125. 3 നമ്പർ കഴിഞ്ഞിട്ട് 1 2 3 നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഇടേണ്ടത്. കാരണം എന്താണ് 3 പൂജ്യങ്ങളാണുള്ളത്, 1000 ആണ്. അപ്പോൾ നമ്മൾ 1000നെ ഇവിടെ നിന്ന് പോക്കാൻ 3 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. നെക്സ്റ്റ് 4 മീറ്റർ 85 സെൻറ്റിമീറ്റർ, ഇതിനെ മീറ്ററിലേക്ക് ആക്കുക, ഭിന്നരൂപം അല്ലേ PQ ഫോമിലാക്കുകയാണ് വേണ്ടത്. അപ്പോൾ 4 മീറ്ററിനെ ചേഞ്ച് ആക്കണ്ട, അപ്പോൾ 4 അങ്ങനെ തന്നെ എഴുതുക. 85 സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കണം. അപ്പോൾ നമ്മളെ സ്കെയിലുള്ള സെൻറ്റിമീറ്റർ അല്ലേ, അങ്ങനത്തെ 100 സെൻറ്റിമീറ്റർ ചേർന്നതാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. മീറ്ററാണ് വലുത്, 1 മീറ്റർ അല്ലേ, അതായത് 100 സെൻറ്റിമീറ്റർ ചേർന്നതാണ് മീറ്റർ. അപ്പം സെൻറ്റിമീറ്ററും മീറ്ററും തമ്മിലുള്ള റിലേഷൻ ബന്ധം എന്താണ്? 100ൻ്റെതാണ് അല്ലേ. അപ്പോൾ 85 സെൻറ്റിമീറ്ററിനെ മാറ്റാൻ 85/100 അല്ലേ, 85 ഇവിടെയുള്ള ഈ നമ്പർ 85/100 അല്ലേ. അപ്പോൾ ഇനി അതിൻ്റെ പോയിന്റ് ഫോം ദശാംശ രൂപത്തിലേക്കാക്കാൻ 100 ആയതുകൊണ്ട് 2 നമ്പർ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിന്റ് ഇടേണ്ടത്. അതായത് 4.85. ഇവിടെ 3 0 ആയതുകൊണ്ട് നമ്മൾ 3 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടു. 2 0 ആയതുകൊണ്ട് അല്ലേ 100 ആയതുകൊണ്ട് നമുക്ക് 2 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇടാം. നെക്സ്റ്റ് 8 മില്ലിമീറ്റർ, അതിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കണം. മില്ലിമീറ്റർ നമ്മൾ പറഞ്ഞു അല്ലേ, 10 മില്ലിമീറ്ററാണ് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ സ്കെയിലിൻ്റെ മുന്നിലുള്ള അല്ലേ 10 ചെറിയ ചെറിയ മില്ലിമീറ്ററുകളാണ് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 8 മില്ലി ലിറ്ററിന് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? 8 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 8/10 അല്ലേ, 8/10 സെൻറ്റിമീറ്റർക്കാക്കാണ് വേണ്ടത്. 8/10 അല്ലേ, 10ൻ്റെ റിലേഷനാണ്. നെക്സ്റ്റ് ദശാംശ രൂപത്തിലേക്ക് എത്തുമ്പോൾ 10 ആയതുകൊണ്ട് നമ്മൾ ഒരു സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഇടേണ്ടത് അല്ലേ, ഒരു നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. ആ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് തൊട്ട് മുന്നൊരു 0 ഇട്ട് കൊടുക്കുക അല്ലേ, 0.8 സെൻറ്റിമീറ്റർ അല്ലേ, 0.8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ക്ലാസ് 5 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അതുപോലെ സമഗ്രയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാമിന് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ കൊടുക്കുന്നതാണ്, നിങ്ങൾ അതിൽ ചെക്ക് ചെയ്യുക. അടുത്തത് പ്രവർത്തനം 3. രാധ തിരുവനന്തപുരത്ത് നിന്നും 7:45 ട്രെയിനിൽ യാത്ര പുറപ്പെട്ട് അന്നേ ദിവസം 11:15 കോട്ടയത്ത് എത്തി. അന്ന് തന്നെ കോട്ടയത്ത് നിന്നും 15:10 പുറപ്പെട്ട് 18:55 തിരുവനന്തപുരത്ത് എത്തി. ക്വസ്റ്റ്യൻ എ, രാധ തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്ത് എത്താൻ എത്ര സമയമെടുത്തു? അപ്പോൾ രാധ തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്ത് എത്താൻ ട്രെയിനിൽ യാത്ര പുറപ്പെട്ട് അന്നേ ദിവസം കോട്ടയത്തെത്തി. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും 7:45 പോയിട്ട് അന്നേ ദിവസം 11:15 കോട്ടയത്തെത്തി. കോട്ടയത്ത് എത്താൻ എത്ര സമയമെടുത്തു എന്നാണ് ചോദിച്ചത്. കോട്ടയത്ത് എത്താൻ 7:45 മുതൽ 11:15 ഇതിൻ്റെ ഇടയിൽ എത്ര സമയം എടുത്തു? 7:45 പോയിട്ട് 11:15 എത്തിയിട്ടുണ്ടല്ലേ. അതിന് 7:45 മുതൽ 7:45 തുടങ്ങിയിട്ട് 7:45, 8:45, 9:45, 10:45, 11:45 ആവണോ? വേണ്ട, 11:15 മതില്ലേ. അപ്പോൾ 7:45 മുതൽ 8, 9:45, 10:45 വരെ 3 മണിക്കൂറായില്ലേ, 3 ഹവറായി 3 മണിക്കൂറായിട്ടുണ്ട്. 10:45 കഴിഞ്ഞിട്ട് ഒരു കാലില്ലേ, 11 മണിയാവാൻ ഒരു കാലാണ് അല്ലേ. ഏകദേശം ഒരു ക്ലോക്ക് ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഏകദേശം അല്ലേ. അപ്പോൾ 7:45 അല്ലേ, ഇവിടുന്ന് 7:45 തുടങ്ങിയിട്ട് പിന്നെ 8:45, 9:45, 10:45 10:45 വരെ 3 മണിക്കൂർ അല്ലേ. 3, 7, 8, 9, 10, 10:45 കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാൽഭാഗം അല്ലേ,
അപ്പോൾ 11 ആയി. ഒരു 15 മിനിറ്റ് ആയാൽ പിന്നെ ഒരു 15 മിനിറ്റ് കൂടി ആയാലാണ് 11 15 ആവുക. 15ഉം 15ഉം 30 അല്ലേ, ഒരു 30 മിനിറ്റ് കൂടി. 3 ഹവറും 30 മിനിറ്റും അല്ലേ, 30 മിനിറ്റും. അപ്പോൾ 3 മണിക്കൂറും 30 മിനിറ്റും എന്ന് എഴുതുക. മലയാളത്തിൽ 3 മണിക്കൂറും 30 മിനിറ്റും. അടുത്തത് ബി ക്വസ്റ്റ്യൻ. കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കെടുത്ത സമയം എത്ര? ഇനി അടുത്ത് കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്താനല്ലേ. അപ്പോൾ 15:10 കോട്ടയത്ത് നിന്നും പുറപ്പെട്ട് 18:55 തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 15:10 പുറപ്പെട്ടിട്ട് 18:55 തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് അല്ലേ. ആ യാത്രക്കെടുത്ത സമയം, ഇതിൻ്റെ ഇടയിൽ എത്ര സമയം എടുത്തു? അപ്പോൾ 15:10 പോയിട്ട് 18:55, 15:10, 16:10, 17:10, 18:10. 18:10 വരെ എന്താണ്? 18:10 വരെ എന്താണ്? 3 മണിക്കൂർ എടുത്തില്ലേ, 3 ഹവർ. 15, 16, 17, 18. പിന്നെ 10 കഴിഞ്ഞാൽ 55ലേക്ക് എത്ര ഉണ്ട്? 10, 20, 30, 40, 50, 55 അല്ലേ. അപ്പോൾ 45 അല്ലേ, 45 മിനിറ്റ് കൂടി. 45 മിനിറ്റ്. 3 ഹവറും 45 മിനിറ്റും, 3 മണിക്കൂർ അല്ലേ. 15:10, 16:10, 17:10, 18:10 വരെ 3 മണിക്കൂർ. പിന്നെ 55ലേക്ക് എത്ര ഉണ്ട്? ഒരു 45 മിനിറ്റ് കൂടി ഉണ്ട് അല്ലേ. 55 ആയി. 45 മിനിറ്റ് കൂടി അടയത് 55 ആയില്ലേ. 10, 20, 30, 40, 50 വരെ 40 മിനിറ്റ് അല്ലേ, 40. ദെൻ 55, ഒരു 5 മിനിറ്റ് കൂടി, അതായത് 45 മിനിറ്റ്. 3 ഹവർ 45 മിനിറ്റ്, അതായത് 3 മണിക്കൂറും 45 മിനിറ്റും അല്ലേ. 3 മണിക്കൂറും 45 മിനിറ്റും എന്ന് എഴുതാം. അടുത്തത് സി ക്വസ്റ്റ്യൻ. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ട്രെയിൻ യാത്രക്ക് ആകെ എത്ര സമയമെടുത്തു? അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, അതായത് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തെത്തി, പിന്നെ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചു പോയില്ല അന്നത്തെ ദിവസം തന്നെ. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു പോയി, രണ്ടും അല്ലെ, ആകെ എത്ര സമയമെടുത്തു? അപ്പോൾ നമ്മൾ ആദ്യത്തത് ഫസ്റ്റ് കണ്ടിട്ടുണ്ട്, രണ്ടാമത് തിരിച്ചുള്ള യാത്രയുടെ ടൈം ഇവിടെയും കണ്ടിട്ടുണ്ട് അല്ലേ. അത് രണ്ടും കൂടി കൂട്ടുക അല്ലേ, അപ്പോൾ ടോട്ടൽ കിട്ടിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ 3 മണിക്കൂർ 3 മണിക്കൂർ എത്രയാണ്? 6 മണിക്കൂർ അല്ലേ. അപ്പോൾ 6 മണിക്കൂർ. ദെൻ എന്താണ്? 30 മിനിറ്റും 45 മിനിറ്റും. അപ്പോൾ ഇവിടെ എന്താണ്? 30ഉം 30ഉം അല്ലേ, രണ്ടിലും ഉണ്ട്. 30 എന്താണ്? അരമണിക്കൂർ അല്ലേ. അരമണിക്കൂർ 1 മണിക്കൂർ അവിടെ കിട്ടി. അപ്പോൾ 6 മണിക്കൂറല്ല, 7 മണിക്കൂർ ഉണ്ട് അല്ലേ. അപ്പോൾ 7 മണിക്കൂർ എന്ന് എഴുതാം. 7 ഹവേഴ്സ് അല്ലേ, 7 മണിക്കൂർ അല്ലേ. 30ഉം 30ഉം അല്ലേ, ഇവിടെയുണ്ട് ഒരു 30. 45 ഒരു 30 കൊടുത്താൽ 1 മണിക്കൂറായില്ലേ, ഹാഫും. 45 ഒരു 30 നമ്മളെടുത്തു, പിന്നെ ഒരു 15 മിനിറ്റ് ബാക്കിയുണ്ട് അല്ലേ. 30 എടുത്താൽ പിന്നെ ഒരു 10 അല്ലേ, 30, 40, 10ഉം 5ഉം 15 മിനിറ്റ് അല്ലേ, 15 മിനിറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ 7 മണിക്കൂർ 7 ഹവറും 15 മിനിറ്റും അല്ലേ. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്കിലെ സെക്കൻഡ് സൂചി 1-ൽ നിന്ന് തുടങ്ങി ഒരു പ്രാവശ്യം കറങ്ങി വീണ്ടും 1-ലെത്താൻ എത്ര സമയമെടുക്കും? അപ്പോൾ സെക്കൻഡ് സൂചിയാണില്ലേ. സെക്കൻഡ് സൂചി 1-ന്ന് തുടങ്ങി, അതായത് ഒരു റൊട്ടേഷൻ, ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് കറങ്ങാനില്ലേ. 1-ന്ന് തുടങ്ങിയിട്ട് വീണ്ടും 1-ലെത്താൻ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും? 60 സെക്കൻഡിൽ. സെക്കൻഡ് സൂചി ആയതുകൊണ്ട് നമുക്ക് എന്താണ്? സെക്കൻഡ്, 60 സെക്കൻഡ് എന്ന് എഴുതാം അല്ലേ. 1 തുടങ്ങി 1-ലേക്ക് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ, ഒരു പ്രാവശ്യം കറങ്ങാൻ വേണ്ടിയിട്ട് എത്ര? 60 സെക്കൻഡാണ് എടുക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ. 18:55 തുല്യമായ സമയം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? അപ്പോൾ 18:55 തുല്യമായത്. അപ്പോൾ 18:55 12 മണിക്ക് ശേഷമാണ് നമ്മൾ 13, 14 അല്ലേ, 15 എന്നൊക്കെ പറയുന്നത് ഏതാണ്? 1, 2, 3 അല്ലേ. ഇതിനാണ് 13, 14, 15 എന്ന് പറയുന്നത്. 16, 17, 18 ഒക്കെ എത്രയാണ്? 3, 4, 5, 6 അല്ലേ. 6ആണ് 18 എന്ന് പറയുന്നത് അല്ലേ. 12 കഴിഞ്ഞിട്ട് നമ്മൾ 1 മണിയാണ് 13 എന്ന് പറയുന്നത് അല്ലേ. 13, 14, 15, 16, 17, 18 എന്ന് പറയുന്നത് 6 മണിയാണ്. അപ്പോൾ 6:55 PM ആണോ AM ആണോ നോക്കിയാൽ മതി അല്ലേ. നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണല്ലേ, 12 മണിക്ക് ശേഷമുള്ളതിനെയാണ് നമ്മൾ 13, 14, 15 എന്ന് പറയുന്നത്. ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈമിനെ നമ്മൾ എന്താണ്? PM ആണ് പറയല് അല്ലേ. രാവിലെ മോർണിംഗ് ആണ് AM എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മൾ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നത് 12 മണിക്ക് ശേഷമല്ലേ. അപ്പം മുതൽ രാത്രി 12 മണി മുതൽ AM ആയി അല്ലേ. രാവിലെയൊക്കെ AM ആണ്. ഇനി ഉച്ച വരെ AM ആണ് അല്ലേ. ഉച്ചയ്ക്ക് ശേഷം PM ആയി. ഉച്ചയ്ക്ക് ശേഷം 12 മണിക്ക് ശേഷം PM ആണ് അല്ലേ. രാത്രി 12 മണി വരെ PM ആണ്. 6:55 PM ആണ് ഈ 18:55 എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രവർത്തനം 4 A ക്വസ്റ്റ്യൻ. 3 കിലോഗ്രാം പഞ്ചസാര 4 പാക്കറ്റുകളിൽ തുല്യമായി നിറച്ചാൽ ഒരു പാക്കറ്റിൽ എത്ര കിലോഗ്രാം പഞ്ചസാര ഉണ്ടാകും? ഇപ്പോൾ 3 കിലോ പഞ്ചസാര 4 പാക്കറ്റിലാണ് നമുക്ക് തുല്യമായിട്ട് ഭാഗിക്കേണ്ടത്. അതായത് 4 ആളുകൾക്ക് കൊടുക്കണം. 4ആയിട്ട് നമുക്ക് വീതിക്കണം. അതായത് 4ആയിട്ട് വീതിക്കേണ്ടത് അല്ലേ. 4 ആൾക്ക് കൊടുക്കണം. എത്രയാണ്? 3 കിലോഗ്രാം പഞ്ചസാരയാണ് ഉള്ളത്. അതായത് 3/4 അല്ലേ, 3/4 കിലോഗ്രാം. മലയാളത്തിൽ കിലോഗ്രാം എന്ന് എഴുതുക. 3/4 കിലോഗ്രാം.
എത്ര ആളുകൾക്ക് കൊടുക്കണം, അതേപോലെ തന്നെയാണ് നമ്മൾ എത്ര ആളുകൾക്ക് വീതിക്കണം അല്ലേ, അതാണ് താഴെ എഴുതേണ്ടത്. അതേപോലെ തന്നെ 4 പാക്കറ്റുകളിലാക്കാൻ 4 ആളുകൾക്കാണ് തുല്യമായി വീതിക്കേണ്ടത്. 4 പാക്കറ്റിലാക്കണം. അപ്പോൾ അത് താഴെ എഴുതുക. ആകെ ഉള്ളത് എത്രയാണ്? 3 കിലോഗ്രാമാണ്. അത് മുകളിൽ എഴുതുക. അതുപോലെ തന്നെ ബി ക്വസ്റ്റ്യൻ 17 മിഠായികൾ 3 പേർക്ക് തുല്യമായി വീതിച്ചു കൊടുത്താൽ ഓരോരുത്തർക്കും എത്ര മിഠായി വീതം ലഭിക്കും? എത്ര മിഠായികൾ മിച്ചമുണ്ടാകും? അപ്പോൾ ബാലൻസ് ഉള്ളത് മിച്ചമുള്ളതും കാണണം. അപ്പോൾ 17 മിഠായികൾ 3 പേർക്കാണ് തുല്യമായി വീതിക്കേണ്ടത്. അപ്പോൾ 3 പേർക്കാണ് നമ്മൾ വീതിക്കേണ്ടത് അല്ലേ, തുല്യമായി. അത് താഴെ എഴുതുക. 17 മിഠായിയാണ് ടോട്ടലുള്ളത്, ആകെ ഉള്ളത് മുകളിൽ എഴുതുക. അത് 17/3 ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി എത്ര മിഠായി ഉണ്ടെന്ന് കിട്ടും. 17/3 ചെയ്യുമ്പോൾ 17 എത്ര 3 ഉണ്ട്? 5 3 15ആണ്. ബാക്കി എത്രയാണ്? 7 5 പോയാൽ 2. ഓരോരുത്തർക്കും എത്ര മിഠായികൾ വീതം ലഭിക്കും? 5 മിഠായികൾ വീതം ലഭിക്കും. എത്ര മിഠായികൾ ബാക്കി ഉണ്ടാവും? മിച്ചമുണ്ടാകും 2 മിച്ചം. ഇവിടെ ഉള്ളതല്ലേ മിച്ചം എന്ന് പറയുന്നത്. ബാക്കി ഉണ്ടാവും. മിച്ചമുള്ളത് 2 മിഠായികൾ. 5 മിഠായി വീതം ഓരോരുത്തർക്കും കിട്ടും. അടുത്തത് സി ക്വസ്റ്റ്യൻ. 7 കിലോഗ്രാം പഞ്ചസാര ഒരുപോലെയുള്ള 4 പാക്കറ്റുകളിൽ നിറച്ചു. ഒരു പാക്കറ്റിൽ എത്ര കിലോഗ്രാം പഞ്ചസാര ഉണ്ടാകും? പഞ്ചസാരയുടെ ഭാരം എണ്ണൽ സംഖ്യയും ഭിന്നസംഖ്യയും ചേർന്ന രൂപത്തിൽ എഴുതുക. അപ്പോൾ നമുക്ക് 4 പാക്കറ്റിലാണ് ആക്കേണ്ടത്. 4 ആളുകൾക്ക് കൊടുക്കുന്നത് പോലെയല്ലേ, ഒരേപോലെയുള്ള 4 പാക്കറ്റിലാക്കണം അല്ലേ. 4 എണ്ണം ആയിട്ടാണ് വീതിക്കേണ്ടത്. അത് താഴെ എഴുതുക. എത്രയാണുള്ളത്? 7 കിലോഗ്രാം പഞ്ചസാരയാണ് ആകെ ഉള്ളത് അല്ലേ. ടോട്ടൽ നമ്മൾ മുകളിൽ എഴുതിയില്ലേ, എല്ലാത്തിൻ്റെ പോലെ 3 കിലോഗ്രാം 3 മേലെ എഴുതി. 17 മിഠായികൾ മുകളിൽ എഴുതി. എത്ര പേർക്ക് വീതിക്കണം അല്ലേ, എത്ര പാക്കറ്റിലാക്കണം, എത്ര ആളുകൾക്കാണ് നമ്മൾ വീതിക്കേണ്ടത്? അത് താഴെ അല്ലേ. 4 പാക്കറ്റിലാണ് ആക്കേണ്ടത്. അത് താഴെ എഴുതി. അതായത് A/4 എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ പഞ്ചസാരയുടെ ഭാരം എണ്ണൽ സംഖ്യയിലും ഭിന്നസംഖ്യയും ചേർന്ന രൂപത്തിൽ എഴുതണം. അപ്പം ഭിന്നസംഖ്യയും എണ്ണസംഖ്യയും അല്ലേ, അതായത് ഒരു നമ്പറും ഒരു ഭിന്നരൂപവും അല്ലേ, അങ്ങനെ മിക്സഡ് ഭിന്നരൂപത്തിൽ, മിശ്ര ഭിന്നരൂപത്തിലാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അവിടെ ഏതാ 4 കിട്ടുന്ന നമ്പർ 1 3 കൂട്ടിയാൽ 4 കിട്ടും അല്ലേ. 1 3/4 എന്ന് എഴുതാം. അതായത് ഇവിടെ 4 അടിയുള്ള 4 തന്നെ 1 3 അല്ലേ, 4 കിട്ടും. അതായത് 1 × 4 ഇങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിക്കുക. 1 × 4 എത്രയാണ്? 4 തന്നെയാണ്. +3 അല്ലേ, 4 3 എത്രയാണ്? 7 അല്ലേ. അപ്പോൾ 4 3 അല്ലേ, 2 സംഖ്യകളില്ലേ, കൂട്ടിയാൽ 7 കിട്ടുന്ന 2 സംഖ്യകളാണ് 4 3. നമുക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂട്ടാണ് വേണ്ടത്. ഇവിടെ മേലുള്ളത് കൂട്ടാണ് വേണ്ടത്. 4 3 A/4 അല്ലേ. അപ്പോൾ A/4 തന്നെയാണ് 1 3/4 എന്ന് പറയുന്നത്. 1 3/4. അതായത് ഇങ്ങനെ ക്രോസ് ആയിട്ടില്ലേ, താഴോട്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മുകളിലുള്ളത് ആഡ് ചെയ്യുക. 1 × 4 4 4 + 3 7 7/4 A/4 എന്നാണ് ഇത്. രണ്ടും ഒന്നാണ്. നിങ്ങളെന്താണ് ഇല്ലേ, 4 3 കൂട്ടിയാലാണ് A കിട്ടുക. ആ 2 നമ്പേഴ്സ് എടുക്കുക അല്ലേ. 1 × 4 4 തന്നെയാണ്. 4 + 3 A/4 അല്ലേ. മിക്സഡ് ഫ്രാക്ഷനിൽ എണ്ണസംഖ്യയും ഭിന്നസംഖ്യയും ചേർന്ന രൂപത്തിൽ നമ്മൾ എഴുതി. അടുത്ത ഡി ക്വസ്റ്റ്യൻ. 1 1/4 തുല്യമായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത്? 1 3/4 അല്ല, 1 1/4. അതായത് നമ്മൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യില്ലേ. 1 × 4 4 +1 അല്ലേ, മേലുള്ള 1 കൂട്ടിയാൽ 5 അല്ലേ, 5/4 അല്ലേ. അപ്പോൾ 5/4 എന്ന് പറഞ്ഞാൽ 5 1/4 അല്ലേ. 5 1/4 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത് അല്ലേ. ഇങ്ങനെ ക്രോസ് ആയിട്ടില്ലേ, ഇതേപോലെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 4 4 മുകളിലുള്ള 1 ആഡ് ചെയ്യുക. 4 + 1 5 5/4. അതായത് 5 1/4 5/4 1 അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് പ്രവർത്തനം 5 എ ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചമായി വരാവുന്ന സംഖ്യകൾ ഏതെല്ലാം? ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചമായിട്ട് അതിനേക്കാൾ ചെറിയ സംഖ്യകൾ, അതായത് അതിനേക്കാളും ചെറുതായിട്ടുള്ള 0 1 2 3 ഇതൊക്കെയാണ് മിച്ചമായിട്ട് ബാലൻസ് ആയിട്ട് വരിക അല്ലേ. 4 കൊണ്ട് ഹരിക്കുമ്പോൾ അതിനേക്കാൾ ചെറിയ നമ്പേഴ്സ് എഴുതുക. 5 കൊണ്ടാണെങ്കിൽ അതിനേക്കാളും ചെറിയ നമ്പേഴ്സ് എഴുതുക. അതായത് നമ്മൾ ഒരു 5നെ 4 കൊണ്ട് ഹരിച്ചാൽ ഏത് സംഖ്യയാണേലും 4 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 4 കൊണ്ടാണ് ഹരിക്കുന്നതെങ്കിൽ 5ൽ എത്ര 4 ഉണ്ട്? ഒരു 4 4ആണ്. റിമൈൻഡർ അല്ലേ, മിച്ചം എന്താണ്? 1 വന്നു. 5 4 പോയാൽ 1 1 ബാക്കി വന്നില്ലേ. 5ൽ ഒരു 4 അല്ലേ ഉള്ളൂ, പിന്നെ 1 ബാക്കിയാണല്ലേ. 5ൽ ഒരു 4 ഉള്ളത് 1 ബാക്കിയാണ് അല്ലേ. അതുപോലെ ഏതൊരു സംഖ്യയിൽ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 അതിനേക്കാൾ ചെറിയ നമ്പേഴ്സാണ് റിമൈൻഡർ മിച്ചമായിട്ട് വരിക. അടുത്ത ബി ക്വസ്റ്റ്യൻ. 5 10 15 20 എന്നീ സംഖ്യാക്രമത്തിലെ സംഖ്യകളെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന മിച്ചം എത്ര? നമ്മൾ ഈ സംഖ്യകളല്ലേ, ഇതൊക്കെ 5ൻ്റെ ഗുണനപ്പട്ടികയാണ് അല്ലേ. 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 1 5 2 5 10 15 20. അപ്പോൾ 5ൻ്റെ ഗുണിതങ്ങളെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയും. അതായത് മിച്ചം എന്താണ്? മിച്ചമൊന്നും വരില്ല, 0 ആയിരിക്കും വരിക. അതൊക്കെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയില്ല 5ൻ്റെ ഗുണിതങ്ങളായതുകൊണ്ട് അല്ലേ. 5ൻ്റെ ഗുണിതങ്ങളെ 5 കൊണ്ടാണ് ഹരിക്കുന്നത്. 5ൽ എത്ര 5 ഉണ്ട്? 5/5 അല്ലേ, പൂർണ്ണമായിട്ട് പോയി. മിച്ചം അല്ലേ, മിച്ചമൊന്നുമില്ല, മിച്ചം 0 ആണ്. ഇനി എന്താണ്? 10ൽ എത്ര 5 ഉണ്ട്? 2 5 10 അല്ലേ, 10 പൂർണ്ണമായിട്ട് പോയി അല്ലേ, മിച്ചമൊന്നും
വരുന്നില്ല, 0 ആണ്. അടുത്തത് സി ക്വസ്റ്റ്യൻ 5 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 1 വരുന്ന ഒരു സംഖ്യാക്രമം എഴുതുക. നമ്മൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 1 വരണം അല്ലേ. നമ്മൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ഇതൊക്കെ മിച്ചം 0 ആണ് അല്ലേ, 0 ആണ്. അപ്പോൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1 മിച്ചം വരണമെങ്കിൽ ഇതിനേക്കാൾ ഒരു നമ്പർ കൂട്ടിയതാ മതി. 5നോട് 1 കൂട്ടിയാൽ 6 അല്ലേ. അപ്പോൾ 6, പിന്നെ 10നോട് 1 കൂട്ടിയാൽ 11, 15നോട് 1 കൂട്ടിയാൽ 16, 21 അല്ലേ. അങ്ങനെയുള്ള നമ്പേഴ്സില്ലേ. അപ്പോൾ എന്താണ്, ഒരു സംഖ്യാക്രമം എഴുതാനാണ് പറഞ്ഞത്. ഇതിൻ്റെ ഒക്കെ മിച്ചം എന്തായിരിക്കും, 1 ആയിരിക്കും അല്ലേ. 6ൽ എത്ര 5 ഉണ്ട്, 6ൽ എത്ര 5 ഉണ്ട്, 1 5 5 അല്ലേ. പിന്നെ 1 ബാലൻസ്, 1 ബാക്കി വന്നു, 1 മിച്ചം വന്നു അല്ലേ. 11ൽ എത്ര 5 ഉണ്ട്, 11ൽ അല്ലേ 2 5 10 ആണ്, പിന്നെ 1 ബാക്കി അല്ലേ. 11ൽ 1 ബാക്കിയുണ്ട്, അപ്പോൾ മിച്ചം 1 വന്നു അല്ലേ. 16ൽ എത്ര 5 ഉണ്ട്, 3 5 15 ആണ്, 1 ബാക്കി വന്നു അല്ലേ, 1 മിച്ചം വന്നു. ഡി 3 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 2 വരുന്ന ഒരു സംഖ്യാക്രമം എഴുതുക. 3 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 2 വരണം. 3ൻ്റെ ഗുണന പട്ടിക എന്താണ്, 3 6 9 അല്ലേ. അപ്പം മിച്ചം 2 വരണമെങ്കിൽ അതിനോട് വരുന്ന 2 കൂട്ടുക അല്ലേ. 3നോട് 2 കൂട്ടിയാൽ എത്രയാണ്, 5. ഇത് 3ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ. 3ൻ്റെ ഗുണന പട്ടിക എന്താണ്, 3 6 9 10 11 12 ഇതല്ലേ 3ൻ്റെ മൾട്ടിപ്പിൾസ്. അപ്പോൾ നമ്മൾ മിച്ചം 2 വരണമെങ്കിൽ ഇതിനോടില്ലേ 3 3 പൂർണ്ണമായിട്ട് പോയി അല്ലേ. 6ൽ എത്ര 3 ഉണ്ട്, 3 പൂർണ്ണമായിട്ട് പോവും അല്ലേ. അപ്പോൾ 0 ആണ് വരിക. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ചെയ്തതുപോലെ തന്നെ അല്ലേ. 1 മിച്ചം വരണമെങ്കിൽ നമ്മൾ 1 ആഡ് ചെയ്തു. 3ൻ്റെ മൾട്ടിപ്പിൾസിൽ 2 മിച്ചം വരണമെങ്കിൽ ഗുണനപ്പട്ടിക 2 ബാക്കി വരണമെങ്കിൽ 2 ആഡ് ചെയ്യുക അല്ലേ. 3നോട് 2 ആഡ് ചെയ്താൽ എത്രയാണ്, 5. 6നോട് 2 ആഡ് ചെയ്താൽ എത്രയാണ്, 8. 9നോട് 2 ആഡ് ചെയ്താൽ 9 10 11. 12നോട് 2 ആഡ് ചെയ്താൽ 12 13 14 അല്ലേ. ഇതിനൊക്കെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മിച്ചം 2 വരും അല്ലേ. 3 കൊണ്ട് 5ൽ എത്ര 3 ഉണ്ട്, ഒരു 3 ബാക്കി 5 ബാക്കി 2 വന്നു അല്ലേ, 2 മിച്ചം വന്നു. 8ൽ എത്ര 3 ഉണ്ട്, ഒരു 3 2 3 6 അല്ലേ. 6 ബാക്കി എത്ര ഉണ്ട്, 2 ഉണ്ട്, മിച്ചം 2 വന്നു ഇല്ലേ. ഈ ക്വസ്റ്റ്യൻ ഒരു സംഖ്യയെ 9 കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലം 0ഉം മിച്ചം 8ഉം കിട്ടി. സംഖ്യ താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്. അപ്പം മിച്ചം 8 ആണ്. മിച്ചത്തിനെ നമ്മൾ +8 എന്നാണ് എഴുതൽ. +8 എന്നുള്ളത് ഇത് രണ്ടുമാണ്. പിന്നെ എന്താണ്, 9 കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലം 0 അല്ലേ. 9 കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലം 0 ആണ്. അപ്പോൾ 1 × 9 അല്ലല്ലോ, 0 × 9 ആണ് വരേണ്ടത്. ഇതാണ് അല്ലേ. 0ഉം 9ഉം 8ഉം ഒക്കെയാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ കിട്ടിയത് 9 കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലം 0 അല്ലേ. 9 × 0 +8 അല്ലേ. +8 എന്ന് പറയുന്നതാണ് മിച്ചം. അടുത്തത് പ്രവർത്തനം 6 എ ക്വസ്റ്റ്യൻ. ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ എഴുതുക. അപ്പോൾ ഷെയ്ഡ് ചെയ്ത ഭാഗം ഇത് മൊത്തം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 എന്ന് എടുക്കാം അല്ലേ. ഇത് 1 ആണ്. ഇത് 4 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. 4 തുല്യ ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത് അല്ലേ. 4 ഭാഗമാക്കിയിട്ടുണ്ട്, അതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 1/4 എന്ന് എഴുതാം. 1 1/4 എന്ന് എഴുതാം. ഷെയ്ഡ് ചെയ്തത് ടോട്ടൽ ഇത് 1. ഇത് 4ൽ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്. 4 ഭാഗത്തിൽ ടോട്ടൽ 4 ഭാഗമാക്കിയിട്ടുണ്ട്, അതിൽ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്. ബി ക്വസ്റ്റ്യൻ 1 1/8 എന്ന ഭിന്നസംഖ്യയെ വൃത്തവും വൃത്തഭാഗവുമായി വരച്ച് കാണിക്കുക. ഇത് 1 1/4 ആണല്ലേ. 1 1/8 ആണെങ്കിൽ എങ്ങനെ വരയ്ക്കുക അല്ലേ. ഇത് തന്നെ വരയ്ക്കുന്നുണ്ട്. 1 ഇത് 1 മൊത്തം ഷെയ്ഡ് ചെയ്യുക. 1 തന്നെ 1 ഫുള്ളായിട്ട് കളർ കൊടുക്കുന്നതിനെയാണ് 1 എന്ന് പറയുന്നത്. ഇനി 8ൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്യണം. ഇത് 4ൽ ഒരു ഭാഗം, 4 ആക്കിയതിൽ ഒരു ഭാഗമാണ് ചെയ്തത്. 8 ആക്കിയതിൽ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഇതിനെ വീണ്ടും നമ്മൾ തുല്യമായിട്ട് വീതിക്കണം അല്ലേ. അതായത് ഇങ്ങോട്ടും 4 ഇങ്ങനെ തുല്യമായിട്ട് വീതിക്കുക. മുകളിൽ 4ഉം താഴെ 4ഉം അല്ലേ. അപ്പോൾ 8 ആയില്ലേ. 8 ആയി. 8 ഭാഗമാക്കിയതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു ഭാഗം അല്ലേ. 8ൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്താൽ മതി, 2 ഭാഗം ഷെയ്ഡ് ചെയ്യേണ്ട. ഓക്കെ, ഈ ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് വൈറ്റ് തന്നെ ആക്കുക. ചെയ്തിട്ടില്ല, ഞാൻ വൈറ്റ് തന്നെ ആക്കിയതാണ്. ഈ ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടില്ല, ഒരു ഭാഗം ഷെയ്ഡ് ചെയ്താൽ മതി, 2 ഭാഗം ഷെയ്ഡ് ചെയ്യേണ്ട അല്ലേ. അതായത് 8ൽ ഒരു ഭാഗം, 8 ഭാഗമാക്കിയതിൽ ഒരു ഭാഗം. നേരത്തെ 4 ഭാഗമാക്കിയതിൽ ഒരു ഭാഗമായിരുന്നു ഷെയ്ഡ് ചെയ്തത്. നമ്മൾ 8 ഭാഗമാക്കിയിട്ട് ഒരു ഭാഗം ഷെയ്ഡ് ചെയ്യുക. വേറെ വരക്ക് കേട്ടോ, ഇതിലാക്കല്ല വേണ്ടത്. അടുത്തത് സി ക്വസ്റ്റ്യൻ 1 1/4 1 1/8 1 1/3 എന്നിവയെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതിയാൽ മധ്യത്തിൽ വരുന്നത് ഏത്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയാൽ ഏതാ മധ്യത്തിൽ വരിക അല്ലേ. 1 1/4 ആണ് നടുവിൽ വരിക അല്ലേ. 1/3ൻ്റെയും 1 1/8ൻ്റെയും നടുവിലായിട്ട് വരുന്നത് 1 1/4 ആണ്. ഡി ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ 1/3 ഭാഗം ഷെയ്ഡ് ചെയ്തത് ഏത് ചതുരത്തിലാണ്. 3ൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തത് അല്ലേ. നമ്മൾ തുല്യമായിട്ട് വീതിച്ചതില്ലേ. ഇത് 3 ഭാഗമാണ്, അതിലൊരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്. പക്ഷേ ഇത് 3 തുല്യ ഭാഗങ്ങളല്ലല്ലോ. 3 തുല്യ ഭാഗങ്ങളിൽ 3 ആക്കിയതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തത് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ ലാസ്റ്റ് ഇത് നോക്കൂ, 1 2 3 3 ആക്കിയതിൽ ഒരു ഭാഗം ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതാ ഒരു ഭാഗം ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. 2 3 3 തുല്യ ഭാഗങ്ങളാക്കിയതിൽ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. 3 ഭാഗമാക്കി അതിലൊരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3ൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തത് ഈ ലാസ്റ്റത്തതാണ്, ഓപ്ഷൻ ഡി ആണ്.
അടുത്തത് പ്രവർത്തനം എ. ഒരു വർഷത്തെ ഡിസംബർ മാസത്തിൽ 4 ഞായറാഴ്ചകളും 5 ശനിയാഴ്ചകളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ ക്വസ്റ്റ്യൻ ഡിസംബർ മാസം 31-ാം തീയതി ഏത് ദിവസമാണ്? അപ്പോൾ ഡിസംബറിൽ 31 ഏതാണ്? സാറ്റർഡേ ആണ്, ശനിയാഴ്ചയാണ് ശനി. അടുത്തത് ബി. ഡിസംബർ മാസം 1-ാം തീയതി ഏത് ദിവസമാണ്? 1-ാം തീയതി ഏതാണ് വരിക? തേഴ്സ്ഡേ അല്ലെ, വ്യാഴമാണ് വരിക. നെക്സ്റ്റ് സി. ഡിസംബർ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങൾ 5 എണ്ണം വീതമുണ്ട്? 5 എണ്ണം വീതമുള്ളത് ഏതൊക്കെ ദിവസങ്ങളാണ്? സാറ്റർഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ അല്ലേ. ശനിയാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും, സാറ്റർഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഒക്കെ എന്താണ്? 5 എണ്ണം വീതം ഉണ്ടാകും. ഡി ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അതിവർഷമല്ലാത്തത് ഏത്? ലീപ്പ് ഇയർ അതിവർഷമല്ലാത്തത് 2018 അതിവർഷമല്ലാത്തത്. ബാക്കിയൊക്കെ എന്താണ്? അതിവർഷമാണ്. 2000 അതിവർഷമാണെങ്കിൽ പിന്നെ 2024 അതിവർഷമാണ്, പിന്നെ 2020 അതിവർഷമാണ്. അതിവർഷമല്ലാത്തത് 2018. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2024-25 ക്രിസ്മസ് എക്സാമിന് ചോദിച്ചത്. നമ്മൾ സമഗ്രയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും നിർബന്ധമായിട്ടും കാണുക. അതുപോലെ ക്ലാസ് 5 മാത്സിൻ്റെ ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.